എന്നിടത്തു ചേർത്തു പിടിക്കും. സ്നേഹത്താൽ എന്നെ നടത്തും. ലോകമെന്നെ മാറ്റി നിർത്തിയാലും കുറവുകൾ മാത്രം ചൂണ്ടിക്കാട്ടിയാലും കർത്താവിൻ മുമ്പിൽ കണ്ണീർ വീണാൽ അത് വെറുതെയായി പോകുകയില്ല. മാന്യത നൽകി നിന്നെ ഉയർത്തും. അങ്ങനെയൊരു ദൈവത്തെ നാം സേവിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ദൈവമവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമവൻ. മനുഷ്യനും ലോകവും പിശാചും കൂടി നിന്നെ തളർത്താൻ വന്നിടുമ്പോൾ കർത്താവിൻ കരം പിടിച്ചാൽ മാത്രം വിജയം നിനക്കായി ഉറപ്പാകും. ഒറ്റപ്പെടലിൻ വഴിയിലൂടെ നീങ്ങുമ്പോൾ, ആശ്വാസം നഷ്ടമായി തോന്നുമ്പോൾ, നിനക്കായി ദൈവമാളുകളയക്കും. സഹായഹസ്തങ്ങൾ ഉയർത്തിടും. ദൂതന്മാരെ പോലും അയച്ചിടുന്ന സ്നേഹമുള്ളൊരു പിതാവാണവൻ. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ ദൂതന്മാരെ നിന്നെക്കുറിച്ചു കൽപ്പിക്കും. നിനക്കായി ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിനക്കായി വാതിലുകൾ തുറന്നിടും. ദൈവത്തിനു അസാധ്യമായതൊന്നുമില്ല. വിശ്വസിച്ചാൽ വഴി തെളിയും. എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ടത്, അവിടെയാകും നീ മാനിക്കപ്പെടുക. എവിടെയാണോ നീ തള്ളപ്പെട്ടത്, അവിടെയാകും സാക്ഷ്യം ഉയരുക. ക്രൂശിൽ കിടന്ന കർത്താവിനെ നോക്കൂ. നിന്ദിച്ചവരെ അവൻ ശപിച്ചില്ല. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച സ്നേഹമവൻ. ലോകം പറഞ്ഞത് കഥ തീർന്നു എന്ന്, കല്ലറയോടെ എല്ലാം അവസാനിച്ചു എന്നു, മൂന്നാം നാളിൽ ഉയിർത്തെഴുന്നേറ്റു. പുനരുത്ഥാന ശക്തി വെളിപ്പെടുത്തി. മാന്യത നൽകി നിന്നെ ഉയർത്തും. അങ്ങനെയൊരു ദൈവത്തെ നാം സേവിക്കുന്നു. ഇന്നത്തെ കണ്ണീർ നാളത്തെ സാക്ഷ്യം, ഇന്നത്തെ മുറിവ് നാളത്തെ മഹത്വം. നിന്ദിക്കപ്പെട്ടിടത്തു മാനിച്ചുയർത്തും എൻ ദൈവത്തിൻ്റെ ശക്തിയുള്ള കരങ്ങൾ. കർത്താവിനു അസാധ്യമായതൊന്നുമില്ല. ഇന്നും ജീവിക്കുന്ന ദൈവമവൻ.